ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാസ്റ്റർ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കൺവേർജൻസ് ഓഫ് എ പവർ സീരീസ് അതാണ്. ഓക്കെ, അതായത് ഒരു പവർ സീരീസ് എപ്പോഴാണ് കൺവേർജൻ്റ് ആണ് ഡൈവേർജൻ്റ് ആണെന്ന് പറയുക. കൂടാതെ എന്താണ് ഒരു പവർ സീരീസിൻ്റെ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് എന്നും എന്താണ് ഒരു പവർ സീരീസിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്നുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, റേഡിയസ് ഓഫ് കൺവേർജൻസ്. അപ്പോൾ ഒരു പവർ സീരീസിൻ്റെ കൺവേർജൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനുള്ള നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം റേഷ്യോ ടെസ്റ്റ് ആണ്. ഓക്കെ, അതായത് പവർ സീരീസിനും റേഷ്യോ ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, അതായത് റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ചാണ് ഒരു പവർ സീരീസ് കൺവേർജൻ ആണോ ഡൈവേർജൻ ആണോ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് റേഷ്യോ ടെസ്റ്റ് എന്ന് ഞാൻ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ പറയാണ്. ഓക്കെ, അപ്പോൾ അതിനാദ്യം നമുക്കൊരു പവർ സീരീസ് വേണം. അപ്പോൾ ലെറ്റസ് കൺസിഡർ എ പവർ സീരീസ്, അതായത് സമ്മേഷൻ n ഈക്വൽ ടു 0 to infinity x റേസ്ഡ് ടു പവർ n. ഇതാണ് എനിക്ക് തന്നിരിക്കുന്ന പവർ സീരീസ്. ഓക്കെ, ഇതാണ് എൻ്റെ പവർ സീരീസ്. ഈ പവർ സീരീസ് ആണ് എനിക്ക് കൺവേർജൻ ആണോ ഡൈവേർജൻ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അതിന് ഞാൻ ആദ്യം ചെയ്യേണ്ടത് നമ്മളിപ്പോൾ പറയുന്നത് റേഷ്യോ ടെസ്റ്റ് ഫോർ പവർ സീരീസ്. അതായത് റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ചാണ് നമ്മളൊരു പവർ സീരീസ് കൺവേർജൻ ആണോ ഡൈവേർജൻ ആണോ എന്ന് എങ്ങനെയാണ് നോക്കുകയെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ റേഷ്യോ ടെസ്റ്റ് എന്തായിരുന്നു വെച്ചാൽ എനിക്കിവിടെ നിങ്ങൾ ഒരു ഇൻഫൈനൈറ്റ് സീരീസിൻ്റെ കേസിലെ പവർ സീരീസ് തന്നെയാണ്, പക്ഷേ ഇവിടെ കണ്ടീഷൻസ് ഒക്കെ കുറച്ച് മാറ്റമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ട ഈ പവർ സീരീസ് ആണ് സമ്മേഷൻ n ഈക്വൽ 0 to infinity x റേസ്ഡ് ടു പവർ n. ഓക്കെ, അപ്പോൾ റേഷ്യോ ടെസ്റ്റ് എന്താ പറയുന്നത് വെച്ചാൽ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മോഡ് a raised to n plus 1 divided by an is equal to a constant ആയി. ഓക്കെ, ഇത് കുറച്ചുകൂടി മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആദ്യത്തെ റേഷ്യോ ടെസ്റ്റ് ഒന്ന് കാണണം. ഓക്കെ, ഇവിടെ കണ്ടീഷൻസ് ഇതാണ്. ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പുതിയ കുറച്ച് ടേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അതിൽ ആദ്യത്തേതാണ് ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കൺവേർജൻസ് ആണ്. റേഡിയസ് ഓഫ് കൺവേർജൻസ്. ഓക്കെ, എന്താണ് റേഡിയസ് ഓഫ് കൺവേർജൻസ് നോക്കാം. അതിനു മുൻപ് ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/L ആണ്. അത് നിങ്ങൾ ഓർക്കണം. ഓക്കെ, ആർ എന്ന് പറയുന്നത് 1/L ആണ്. L എന്താണ്? ഈ റേഷ്യോയുടെ നിങ്ങൾക്ക് കിട്ടുന്ന ആ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ആർ എന്ന് പറയുന്നത് 1/L ആണ്. റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് ഞാൻ പവർ സീരീസിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു ഒരു പവർ സീരീസ് സെൻറ്റർ ചെയ്തിരിക്കുന്നത് ഒരു പോയിന്റിലായിരിക്കും. ഇവിടെ സെൻറ്റർ ചെയ്തിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന പവർ സീരീസ് സെൻറ്റർ ചെയ്തിരിക്കുന്ന x x0 എന്ന പോയിന്റ് x 0 എന്ന പോയിന്റിലാണ് സെൻറ്റർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഒരു പോയിന്റിലാണെന്ന് പറഞ്ഞു. ഈ തന്നിരിക്കുന്ന പവർ സീരീസ് ഒരു ഗീവൺ ഇൻ്റർവെല്ലിലായിരിക്കും കൺവേർജൻ്റ് ആയിരിക്കുക. ഓക്കെ, ഒരു ഗീവൺ ഇൻ്റർവെല്ലിലായിരിക്കും കൺവേർജൻ്റ് ആയിരിക്കുക. അതായത് നിങ്ങൾക്കൊരു ഇൻ്റർവെല്ല് തന്നു a to b. ഈ ഇൻ്റർവെല്ലിലാണ് തന്നിരിക്കുന്ന പവർ സീരീസ് കൺവേർജൻ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ആ ഇൻ്റർവെല്ലിൻ്റെ മിഡ് ടേം ആണ്. ആ മിഡ് ടേമിനെയാണ് നമ്മൾ പവർ സീരീസിൻ്റെ സെൻറ്റേർഡ് ചെയ്തിരിക്കുന്ന പോയിന്റ് എന്ന് പറയാം. ഇതാണ് എൻ്റെ x0. ഈ പോയിന്റിലാണ്, ആ ഇൻ്റർവെല്ലിൻ്റെ മിഡ് പോയിന്റിലാണ് ആ പവർ സീരീസ് സെൻറ്റേർഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഈ പവർ സീരീസിൻ്റെ സെൻറ്റർ ചെയ്തിരിക്കുന്നത് 0ലാണ്. അതായത് ഈ പവർ സീരീസ് കൺവേർജൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെൽ ഉണ്ടായിരിക്കും. ആ ഇൻ്റർവെല്ലിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഇനി എന്താണ് റേഡിയസ് ഓഫ് കൺവേർജൻസ്? ഈ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർവെല്ലിൻ്റെ ഹാഫ്, ഈ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് b-a ആണ്. b-a ആണ് ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് /2. ഓക്കെ, അതാണ് എന്ത് റേഡിയസ് ഓഫ് കൺവേർജൻസ്. അതായത് ഈ x0 മിഡ് ടേം മുതൽ അതിൻ്റെ മുന്നോട്ടുള്ള ഇൻ്റർവെൽ അതിൻ്റെ ബൗണ്ടറി പോയിന്റിലേക്കുള്ള ആ ലെങ്ത്, മിഡ് ടേം മുതൽ ബൗണ്ടറി പോയിന്റിലേക്കുള്ള ലെങ്ത്, അതാണ് റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആർ എന്ന് പറയുന്നത് 1/L ആയിരിക്കും. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് എന്താണ് ആദ്യം സെൻറ്റർ ചെയ്തിരിക്കുന്ന പോയിന്റ്, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്ന പവർ സീരീസ് ഈ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഗീവൺ ഇൻ്റർവെല്ലിലായിരിക്കും കൺവേർജൻറ്റ്. ആ ഇൻ്റർവെല്ലിൻ്റെ മിഡ് ടേമിനാണ് x0 എന്ന് പറയുന്നത്. അതാണ് ഈ പവർ സീരീസ് സെൻറ്റർ ചെയ്തിരിക്കുന്ന പോയിന്റ്. അതായത് ഇവിടെ 0 ആണ് സെൻറ്റർ ചെയ്തിരിക്കുക. x - x0 എന്നാണ് ജനറൽ ടേം. ആ x0 ഇവിടെ എന്താണ് 0 ആണ്. അതായത് ഈ ഇൻ്റർവെല്ലിൻ്റെ മിഡ് ടേം എന്ന് പറയുന്നത് 0 ആണ്.
ഓക്കെ. രണ്ടാമത്തെ എന്താണ് റേഡിയസ് ഓഫ് കൺവേർജൻസ്? റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് വെച്ചാൽ ആ മിഡ് ടേം, അതായത് ആ സെൻറ്റർ ചെയ്തിരിക്കുന്ന പോയിന്റിൽ നിന്നും അതിൻ്റെ ബൗണ്ടറി പോയിന്റിലേക്കുള്ള ലെങ്ത്, അത് ബിയിലേക്കാകാം അല്ലെങ്കിൽ എയിലേക്കാകാം, രണ്ടും എന്തായിരിക്കും? ഈക്വൽ ലെങ്ത് ആയിരിക്കും. ഓക്കെ. ഇനി നമ്മൾ കണ്ടീഷൻ പറയാണ്, അതായത് റേഷ്യോ ടെസ്റ്റ് ഫോർ പവർ സീരീസ്. പവർ സീരീസ് എങ്ങനെയാണ്, എപ്പോഴാണ് കൺവേർജൻ്റോ ഡൈവേർജൻ്റോ ചെക്ക് ചെയ്യുന്നതിനുള്ള കണ്ടീഷൻസ്. ഓക്കെ, അതിനുള്ള 3 കണ്ടീഷൻസ് ആണുള്ളത്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് പറയാം. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് if mod x less than r, power series absolute convergent. അതായത് മോഡ് എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ ആർ ആണെങ്കിൽ പവർ സീരീസ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് കൺവേർജൻ്റ് ആയിരിക്കും. ഓക്കെ, എന്താ ഇവിടെ ഈ മോഡ് എക്സ് എന്ന് പറയുന്നത്? മോഡ് എക്സ് എന്ന് പറയുന്നത് ഇത് തന്നെ. ഓക്കെ, മോഡ് എക്സിൻ്റെ വാല്യൂ എപ്പോഴെങ്കിലും എപ്പോഴാണോ ലെസ് ദാൻ ആർ, അപ്പോൾ നമുക്കത് പറയാം തന്നിരിക്കുന്ന സീരീസ് അബ്സല്യൂട്ട് കൺവേർജൻ്റ് ആണെന്ന്. മോഡ് എക്സ് അത് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാകും. ഓക്കെ, ഞാനിപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് അടുത്ത് പറയുകയാണ്. ഇപ്പോൾ മോഡ് എക്സ് ലെസ് ദാൻ ആർ, ഇനി മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ആർ ആണെങ്കിൽ പവർ സീരീസ് എന്തായിരിക്കും? ഡൈവേർജൻ്റ് ആയിരിക്കും. പവർ സീരീസ് ഡൈവേർജൻ്റ് ആയിരിക്കും. അടുത്ത കണ്ടീഷൻ എക്സ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് ആർ ആണെങ്കിൽ നമുക്കെന്താ പറയാം? പവർ സീരീസ് മേ കൺവേർജ് ഓർ ഡൈവേർജ്. അതായത് എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ആർ ആണെങ്കിൽ നമുക്കെന്ത് പറയാം? തന്നിരിക്കുന്ന പവർ സീരീസ് കൺവേർജൻ്റ് ആകാം, ഡൈവേർജൻ്റ് ആകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ റേഷ്യോ ടെസ്റ്റ് കാണുന്നു. റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ചാണ്ട് ഈ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ആദ്യം കാണുന്നു. ആ കോൺസ്റ്റൻറ്റിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ എനിക്ക് റേഡിയസ് ഓഫ് കൺവേർജൻസ് കിട്ടും. ഓക്കെ, റേഡിയസ് ഓഫ് കൺവേർജൻസ്. കൂടാതെ നിങ്ങളൊരു കണ്ടീഷൻ കൂടി അപ്ലൈ ചെയ്യണം. എന്താണ് ആ കണ്ടീഷൻ? അതാണ് ഇത്. മോഡ് എക്സ് കാണണം. മോഡ് എക്സ് ലെസ് ദാൻ ആർ ആക്കണം. ആർ എന്ന് പറഞ്ഞാൽ എന്താ? 1/L. നിങ്ങൾക്ക് അത് റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ല് കാണാം. എല്ല് കണ്ടാൽ നിങ്ങൾ അത് അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ റേഡിയൻസ് ഓഫ് കൺവേർജൻസ് കാണാം. അതായത് ആർ ഈക്വൽ 1/L ആണ്. അപ്പോൾ 1/L നിങ്ങൾ കണ്ടു, അതായത് ആറ് കണ്ടു. ഇനി മോഡ് എക്സ് എന്ന വാല്യൂ എടുക്കാം. മോഡ് എക്സ് ലെസ് ദാൻ ആർ ആണെങ്കിൽ എന്തായിരിക്കണം എക്സിൻ്റെ വാല്യൂസ് എന്ന് നോക്കുക. എന്തായിരിക്കണം എക്സിൻ്റെ വാല്യൂസ് എന്നാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വാല്യൂ കിട്ടാം, ചിലപ്പോൾ ഒന്ന് കൂടുതൽ വാല്യൂസ് കിട്ടാം. അതായത് കാരണം നമ്മൾ ആബ്സല്യൂട്ട് വാല്യൂ ആണ് എടുക്കുന്നത്. ആബ്സല്യൂട്ട് വാല്യൂ എടുത്താൽ പോസിറ്റീവ് ടേമും നെഗറ്റീവ് ടേമിൻ്റെ ഇടയ്ക്കാണ് വരിക. ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയൊന്ന് നോട്ട് തയ്യാറാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അതായത് ആദ്യം ചെയ്തിട്ട് റേഷ്യോ ടെസ്റ്റ് പവർ സീരീസ്. റേഷ്യോ ടെസ്റ്റ് ഫോർ പവർ സീരീസ് ഞാൻ ആദ്യം റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ചൊരു കോൺസ്റ്റന്റ് ഉണ്ട്. ആ കോൺസ്റ്റന്റ് റെസിപ്രോക്കൽ എടുത്ത് എനിക്ക് റേഡിയസ് ഓഫ് കൺവേർജന്റ് എന്ന് കിട്ടി. ഇനി അടുത്ത് ചെയ്യുന്നത് മോഡ് എക്സിൻ്റെ വാല്യൂ എടുക്കും. മോഡ് എക്സ് ലെസ് ദാൻ ആർ ആണെങ്കിൽ പവർ സീരീസ് അബ്സല്യൂട്ട് കൺവേർജന്റ്. എന്താണ് അബ്സല്യൂട്ട് കൺവേർജന്റ്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അടുത്ത മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ആർ ആണെങ്കിൽ തന്നിരിക്കുന്ന പവർ സീരീസ് ഡൈവേർജന്റ് ആയിരിക്കും. അടുത്തത് എക്സ് ഈക്വൽ പ്ലസ് ഓർ മൈനസ് ആർ ആണെങ്കിൽ തന്നിരിക്കുന്ന പവർ സീരീസ് കൺവേർജന്റ് ആകാം, ഡൈവേർജന്റ് ആകാം, നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഞാനൊരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ മോഡ് എക്സ് എടുക്കുന്നതും ഈ മോഡ് എക്സ് എടുക്കുന്നതും അതിൻ്റെ വാല്യൂസും നിങ്ങൾക്കൊന്ന് ക്ലിയർ ആകത്തുള്ളൂ. ഓക്കെ.